ഹായ്, നിങ്ങൾക്ക് വിൻഡോസിൽ മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയാമോ? ISM ഒന്നും പഠിക്കാതെ മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് വിൻഡോസിൽ 2 ഈസി മെത്തേഡുകളാണുള്ളത്. ഈ 2 മെത്തേഡും എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് വിൻഡോസിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ടൈം ആൻഡ് ലാംഗ്വേജ് ചൂസ് ചെയ്യുക. അതിനകത്ത് ലാംഗ്വേജ് ആൻഡ് റീജിയൻ ചൂസ് ചെയ്യുക. അതിനകത്ത് ആഡ് ലാംഗ്വേജ് എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മലയാളം ഒന്ന് സെർച്ച് ചെയ്യുക. മലയാളം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാംഗ്വേജ് പാക്കേജ് എന്നുള്ളത് ഡിഫോൾട്ടായിട്ട് ടിക്ക് ചെയ്ത് വന്നിട്ടുണ്ടാവും. നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ലാംഗ്വേജ് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കീബോർഡ് മാത്രമാണ് ആവശ്യം. അതുകൊണ്ട് ലാംഗ്വേജ് പാക്ക് മാത്രം സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇൻസ്റ്റാൾ കൊടുക്കാം. ഈ ഇൻസ്റ്റാൾ കൊടുത്തതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഈ ഒരു മെത്തേഡ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ PC ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. കാരണം ഇൻ്റർനെറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ലാംഗ്വേജ് പാക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ PCയിൽ മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ ടാസ്ക് ബാറിൽ ഇംഗ്ലീഷ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന കീബോർഡ് ലേഔട്ട് ഇംഗ്ലീഷ് യൂസ് ആണ്. അപ്പോൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിനകത്ത് മലയാളം എന്ന് പറയുന്ന ഈ ഒരു കീബോർഡ് ചൂസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും മലയാളത്തിലായിരിക്കും വരാം. പക്ഷേ ഇതിൽ നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മൾ മലയാളം ടൈപ്പിംഗ് സെപ്പറേറ്റ് പഠിച്ച ആൾക്കാർക്ക് മാത്രമേ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റൂ. അതായത് ഇൻസ്ക്രിപ്റ്റിലാണ് ഈ ഒരു മലയാളം ടൈപ്പിംഗ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ നോർമലി വാട്സാപ്പിലൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്നുള്ള മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുമ്പോൾ മലയാളം വന്നെന്നുണ്ടെങ്കിൽ അതിനും ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത മലയാളം പാക്കേജിൻ്റെ മോർ ഓപ്ഷനിൽ വരാം. അതിൽ ലാംഗ്വേജ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇതിൽ വന്നിട്ട് ഇവിടെ കീബോർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ആഡ് കീബോർഡ് കൊടുക്കണം. ഇത് കണ്ടോ, നമുക്കിപ്പോൾ കിടക്കുന്നത് ഇൻസ്ക്രിപ്റ്റ് ആണ് കിടക്കുന്നത്. അപ്പോൾ ഇൻസ്ക്രിപ്റ്റ് ടൈപ്പ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർക്ക് ഇൻസ്ക്രിപ്റ്റ് ടൈപ്പ് ചെയ്യുക. അതറിയാത്ത ആൾക്കാർ ആഡ് കീബോർഡ് എന്നതിൽ മലയാളം ഫൊനറ്റിക് എന്ന് പറയുന്ന ഈ ഒരു കീബോർഡ് ചൂസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കീബോർഡ് വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു കീബോർഡ് നിങ്ങൾക്ക് റിമൂവും ചെയ്യാം. ഇനി നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ, ഇവിടെ മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കീബോർഡ് നമുക്ക് മാറ്റാം. ഞാൻ ഇവിടെ വന്നിട്ട് മലയാളം ഫൊനറ്റിക് കീബോർഡ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ജസ്റ്റ് മലയാളം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിനകത്ത് കീബോർഡ് ലേഔട്ട് മാറ്റാനായിട്ട് നമുക്ക് ഈ ടാസ്ക് ബാറിൽ വന്നിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വെറുതെ വിൻഡോസ് സ്പേസ് ബാർ അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കീബോർഡ് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവരോട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് കീബോർഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ചൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി ഒരു മെത്തേഡും കൂടി ഉണ്ട് മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട്. ആ ഒരു മെത്തേഡിന് നിങ്ങൾക്ക് നിങ്ങളുടെ PCയിൽ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഒരു പാക്കേജ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളുടെ PCയിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇതിൽ ഗൂഗിൾ ഇൻപുട്ട് ടൂളിൻ്റെ 2 ഓഫ്ലൈൻ സോഫ്റ്റ്വെയറുകളാണ് ഉള്ളത്. ഈ ഒരു 2 സോഫ്റ്റ്വെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് വേണം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം അടുത്ത ടൂളും ഇൻസ്റ്റാൾ ചെയ്യുക. അതായത് ഗൂഗിൾ ഇൻപുട്ട് മലയാളം എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയറും കൂടി ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ PCയിൽ നേരത്തെ കണ്ടതുപോലെ തന്നെ നമുക്ക് PCയിൽ ലാംഗ്വേജ് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് കീബോർഡ് ഓൾറെഡി വന്നിട്ടുണ്ട്, ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് മലയാളം എന്നുള്ളത്. ഇനി നിങ്ങൾ എവിടെ എന്ത് ടൈപ്പ് ചെയ്താലും അത് മലയാളത്തിൽ തന്നെ വരുള്ളൂ. ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് നേരത്തെ ടൈപ്പ് ചെയ്തതുപോലെ തന്നെ ടൈപ്പ് ചെയ്യാം. കണ്ടോ, ഹലോ. ഈ ഓഫ്ലൈൻ ടൂൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 മെത്തേഡുകളാണ് പരിചയപ്പെട്ടത്. ഫസ്റ്റ് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു മെത്തേഡാണ്, അതിന് ഇൻ്റർനെറ്റ് ആവശ്യമുണ്ട്. രണ്ടാമത്തെ മെത്തേഡ് ഗൂഗിളിൻ്റെയാണ്, അത് ഓഫ്ലൈൻ ആണ്. നിങ്ങൾ ഇൻ്റർനെറ്റുള്ള ഏതെങ്കിലും ഒരു PCയിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്താൽ മതിയാകും. ഈ 2 ഈസി മെത്തേഡുകളാണ് മലയാളം ടൈപ്പ് ചെയ്യാനുള്ളത്. എല്ലാ ആൾക്കാരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ. ബൈ.